നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം മാത്രം സ്വപ്നം കാണുന്ന പി.സി. ജോർജ് ഫലം വന്നാൽ ആഘോഷം എങ്ങനെ നടത്തണം എന്ന പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പി.സി. ജോർജ് വിജയിക്കുകയാണെങ്കിൽ ബിരിയാണിയും കോഴിയിറച്ചിയും ഊണുമെല്ലാം ആഘോഷത്തിന് ഉണ്ടാകും. ബൂത്ത് ഏജന്റുമാരും പത്രക്കാരും ബി.ജെ.പി. നേതാക്കൾ എന്നിവയെല്ലാം പങ്കെടുക്കുന്ന ഒരു ഗ്രാൻഡ് പരിപാടിയാണ് പി.സി. ജോർജും മകനും ഇപ്പോൾ ആലോചനയിലുള്ളത്. ചരിത്ര നിമിഷങ്ങൾക്കാണ് കേരള രാഷ്ട്രീയം ഇത്തവണ കാത്തിരിക്കുന്നത്. കാരണം അച്ഛനും മകനും മത്സരിച്ച തെരഞ്ഞെടുപ്പാണിത്. അതും തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ. രണ്ടുപേരും ജയിച്ചാലും രണ്ടുപേരും തോറ്റാലും അത് ചരിത്രമാകും. ഇനി ഒരാൾ ജയിച്ചാലോ അതും ഒരു ചരിത്രമാകും. തെരഞ്ഞെടുപ്പ് ഫലം പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും ബി.ജെ.പിയിലെ ഭാവി കൂടി നിർണ്ണയിക്കുമെന്ന് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പി.സി. ജോർജ് മത്സരിക്കാൻ സാധ്യത ഇല്ല എന്നായിരുന്നു ആദ്യ വിവരം. ഇക്കാര്യം അദ്ദേഹം ബി.ജെ.പി. നേതൃത്വത്തെ അറിയിച്ചുവെന്നും വാർത്തകൾ വന്നിരുന്നു. പാലായിൽ മകൻ ഷോൺ ജോർജ് നേരത്തെ കുപ്പായമിട്ടിരുന്നു. പ്രചാരണം തുടങ്ങുകയും ചെയ്തിരുന്നു. അവസാന നിമിഷമാണ് പി.സി. ജോർജിന് വീണ്ടും ഒരു നറുക്ക് വീഴുന്നത്. പൂഞ്ഞാറിൽ പി.സി. ജോർജിനെ മാറ്റി മറ്റൊരാളെ മത്സരിപ്പിക്കാൻ ബി.ജെ.പിക്ക് ഇല്ലതാനും. ഇതെല്ലാം പി.സി. ജോർജും ഷോൺ ജോർജും മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ബി.ജെ.പിയെ എത്തിച്ചു. ക്രിസ്ത്യൻ സമുദായത്തെ ബി.ജെ.പിയുമായി അടുപ്പിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന നീക്കങ്ങളും ഇവർക്ക് അനുകൂലമായി. ഒടുവിൽ രണ്ടുപേരും വിധി കാത്തിരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് പി.സി. ജോർജ്. 218 ബൂത്തുകളാണ് പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉള്ളത്. 9 ഇടങ്ങളിൽ ബി.ജെ.പിക്ക് ബൂത്ത് കമ്മിറ്റിയില്ല. 209 ബൂത്ത് കൺവീനർമാർ, ഏജന്റുമാർ എന്നിവരടക്കം 418 പേർ. പഞ്ചായത്ത് ഭാരവാഹികൾ, ബി.ജെ.പി. നേതാക്കൾ, പത്രക്കാർ എന്നിവരെല്ലാം ചേർന്നുള്ള ആഘോഷമാണ് പി.സി. ജോർജ് പദ്ധതിയിട്ടിരിക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടവർക്ക് ബിരിയാണി, കോഴിയിറച്ചി, ഊണ് ആവശ്യമുള്ളവർക്ക് അതെല്ലാം വിളമ്പിയുള്ള ആഘോഷം നടത്തുമെന്ന് പി.സി. ജോർജ് പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ച വേളയിലാണ് കേന്ദ്ര സർക്കാർ FCRA ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇത് ക്രിസ്ത്യൻ സമുദായത്തെ കുടുക്കാനാണ് എന്നൊരു പ്രചാരണമുണ്ടായി. മത മേലധ്യക്ഷന്മാർ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്തു. ഇത് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയായി മാറി. ചില മത നേതാക്കൾ പരസ്യമായി ബി.ജെ.പിക്കെതിരെ പ്രതികരിച്ചു. ഇതോടെ പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രചാരണത്തിന് മങ്ങലേറ്റു. എങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് അച്ഛനും മകനും. ജയിച്ചാൽ ബി.ജെ.പിയിൽ നിർണായക സ്വാധീനമുള്ള നേതാക്കളായി ഇവർ മാറും. തോറ്റാൽ പദവി നഷ്ടമാകാനും ഒരുപക്ഷെ ബി.ജെ.പി. വിടാനുള്ള സാധ്യത വരെ ഉണ്ടെന്നും മധ്യ കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എല്ലാ പാർട്ടികളുമായും ചേർന്ന് പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് പി.സി. ജോർജ്. ഫലം വന്നാൽ അദ്ദേഹം എന്ത് തീരുമാനമെടുക്കുമെന്നതും അതീവ നിർണായകമാണ്.